അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. അല്ലാഹു കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധമായ സഫർ മാസം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. സഫറിന്റെ അവസാന ബുധൻ അത് വലിയ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുന്ന ബുധനാഴ്ചയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ പരിശുദ്ധമായ സഫർ മാസം നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ അള്ളാഹുവിന്റെ കോപം പിടിച്ചു വാങ്ങുന്ന, അള്ളാഹുവിന്റെ വലിയ അദാബുകൾക്ക് പാത്രീഭവിക്കുന്ന, ആ വലിയ അദാബുകൾ ഇറങ്ങുമ്പോൾ നമ്മളെ കാർന്ന് തിന്നുന്ന വിപത്തുകൾ നമ്മെ പിടിച്ചു പറ്റുന്ന 7 വിപത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചാൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ 7 കാര്യങ്ങളുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാൻ, അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന 7 സ്വഭാവങ്ങളുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 7 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ആ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, തൗബ ചെയ്ത് മടങ്ങി റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. ഇല്ലെങ്കിൽ അവസാന ബുധൻ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോൾ അതിലൊക്കെ നമ്മൾ വലിയ ആപത്തുകളിലായി, അപകടങ്ങളിലായി നമ്മളും അതിന് കാരണമാകുമെന്ന് മറന്നു പോകേണ്ട. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതൊക്കെയാണ് ആ കാരണങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അത് എത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിലും എത്ര കടുപ്പമുള്ള കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നിയത്ത് വെക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അശ്ശിർക്കു ബില്ലാ, അള്ളാനെ പങ്കു ചേർക്കലാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന് തത്തുല്യമായ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നത് ഒക്കെ മറ്റുള്ളവരാണ് എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മരുന്ന് കഴിക്കുന്നു, എൻ്റെ രോഗം മാറ്റിയത് ഡോക്ടറാണ് എന്നതല്ല, അള്ളാഹു തീരുമാനിച്ചു, ഡോക്ടർ ഒരു കാരണമായി എന്ന രീതിയിലാണ് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത് എന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിരിക്തമായി അല്പം മാറി ചിന്ത വന്നാൽ അവിടെ പോയി. അതുകൊണ്ട് അള്ളാനെ പങ്കു ചേർക്കാതെ റബ്ബിലേക്ക് തന്നെ തവക്കുലായി അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ് എന്ന രീതിയിൽ മുന്നോട്ട് പോകലാണ് നല്ല കാര്യം. ആ ശിർക്ക് വെക്കൽ അള്ളാഹു പൊറുക്കൂല. റബ്ബിന്റെ കോപം കിട്ടാൻ, വലിയ വിപത്തുകൾ നമ്മിലേക്ക് വരാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തത്. 2 നിബിധങ്ങൾ അതിനോട് ചേർത്ത് തന്നെ പറഞ്ഞത് മാതാപിതാക്കളുടെ കടമകൾ തെറ്റിക്കലാണ്. എവിടെയെല്ലാം ഖുർആനിൽ അള്ളാഹുവിനോട് ചേർത്ത് നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് പറഞ്ഞു, അതിനോടൊപ്പം റബ്ബ് പറഞ്ഞത് മാതാപിതാക്കളുടെ കാര്യമാണ്. ഇവിടെ ഈ നിബിധങ്ങളും പഠിപ്പിച്ചത് അങ്ങനെയാണ്. മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങൽ, മാതാപിതാക്കളുടെ മോശമായി പെരുമാറുക, അവരോട് ദേഷ്യപ്പെടുക, അവരോട് കയർത്ത് സംസാരിക്കുക, അവരെ പരിഗണിക്കാതിരിക്കുക, അവരെ ഇങ്ങനെ പന്ത് തട്ടുന്നത് പോലെ 10 ദിവസം നീ നോക്ക്, 10 ദിവസം ഞാൻ നോക്കാം, 10 ദിവസം ആങ്ങളെ നോക്കട്ടെ, 10 ദിവസം പെങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് തട്ടിക്കളിക്കാനുള്ളതല്ല എന്ന് ചിന്തിക്കണം. അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലേക്ക് നിബിധങ്ങൾ വൻപാപങ്ങളെ കുറിച്ച് എണ്ണിയതിന്റെ കൂട്ടത്തിലും നിബിധങ്ങൾ മാതാപിതാക്കൾ അനുസരണക്കേട് പ്രത്യേകം പരാമർശം ചെയ്യുന്ന ബുഖാരി മുസ്ലിം എന്ന് പറയുന്ന കിതാബ് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ റിളൽ വാലിദൈൻ, റിളൽ റബ്ബ്, അള്ളാന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ പൊരുത്തക്കേട് ദുനിയാവിൽ ഏത് തെറ്റ് ചെയ്താലും, ഉദാഹരണം ശിർക്ക് ചെയ്തു, കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, പലിശ തിന്നു, ഇതെല്ലാം ചെയ്താൽ ഇതിന്റെ ശിക്ഷ ഖബറിലാണ്, അള്ളാന്റെ പരലോകത്താണ്. പക്ഷെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ, ഉമ്മയുടെ പൊരുത്തക്കേട് കിട്ടിയാൽ, വാപ്പയുടെ പൊരുത്തക്കേട് കിട്ടിയാൽ അതിന്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ടല്ലാതെ അവൻ മരണപ്പെടില്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, അത്രമാത്രം മഹത്വം അവർക്ക് നൽകണമെന്നുള്ളതാണ്. അവരോട് ചേ എന്ന് പോലും പറയരുതെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർ ചിന്തിക്കണം, അത്രത്തോളം ഗൗരവമാണ്. അള്ളാഹ് കബൂല വിശദീകരിക്കുന്നില്ല. പല പ്രഭാഷണങ്ങളിലും പല കാര്യങ്ങൾ കേട്ട് മാതാപിതാക്കളുടെ പൊരുത്തം നമ്മൾ മനസ്സിലാക്കിയവരാണ്. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്യായമായി അക്രമങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്, ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്, ഒരാളുടെയും അവകാശത്തെ നമ്മൾ കവർന്നെടുക്കരുത്. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് വിശ്വാസി? നബി തങ്ങൾ പറഞ്ഞില്ലേ, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മനുഷ്യന്റെ കൈയും നാവും മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല.
നമ്മൾ കാണും ഒരാളെ വേദനിക്കാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ ആരെന്തെങ്കിലും ചെയ്താൽ, അങ്ങനെ തിരിച്ച് ചെയ്താൽ, നമ്മളൊരാൾ അടിച്ചു, നമ്മളെ ഉപദ്രവിച്ചു, നമ്മൾ തെറ്റ്, നമ്മളോട് ഒരാൾ അക്രമം കാണിച്ചു, നമ്മളതുപോലെ കാണിച്ചാൽ ഓനും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? നമുക്ക് അള്ളാഹിനോട് പറയാമല്ലോ, നമുക്ക് അള്ളാഹിനോട് പറയാമല്ലോ. മഹാരഥന്മാർ ഒരുപാട് സൂക്ഷ്മമായി പ്രവർത്തിച്ച പണ്ഡിതന്മാരിൽ അല്ലെങ്കിൽ അധികരിച്ച സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരൊക്കെ ശ്രദ്ധിച്ചത് മറ്റുള്ളവരെ വേദനപ്പെടുത്താതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത്തത് അന്യായമായി ആരെയും ആക്രമിക്കരുത്. നമ്മൾ നാക്കുകൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക. നാലാമത്തത് മഹാരഥൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വ്യഭിചാരം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആണും പെണ്ണും നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ മാത്രമല്ല വ്യഭിചാരം. കണ്ണുകൊണ്ട് കാണൽ കണ്ട് വ്യഭിചാരമാണ്, ചെവി കൊണ്ട് കേൾക്കൽ ചെവിയുടെ വ്യഭിചാരമാണ്, വിരൽ കൊണ്ട് ടൈപ്പ് ചെയ്യൽ അത് വിരലിന്റെ വ്യഭിചാരമാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കൽ അത് ഹൃദയത്തിന്റെ വിചാരമാണ്. ഓരോ അവയവത്തിന് വിചാരമുണ്ട്. അത് ശാരീരിക ബന്ധത്തിൽ അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ശരീരം പങ്കിടുക എന്നത് മാത്രമല്ല വ്യഭിചാരം. തെറ്റിദ്ധരിക്കരുത്. അത് മാത്രമല്ല, അതും തെറ്റ് തന്നെയാണ്, അല്ലാത്തതും തെറ്റ് തന്നെയാണെന്ന് മറന്നു പോകരുത്. അതോടൊപ്പം അഞ്ചാമത് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പലിശയാണ്. അഹല്ലല്ലാഹു ബൈഅ വഹറമ റിബ, കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കി പലിശയെ നിങ്ങൾക്ക് ഹറാമുമാക്കി എന്ന് പരിശുദ്ധമായ ഖുർആൻ. പലിശ എന്ന് പറഞ്ഞാൽ അത് വാങ്ങുക, എഴുതുക, കൂട്ടു നിൽക്കുക, ജാമ്യം നിൽക്കുക, അതൊക്കെ ഒരു തെറ്റാണ്. വാങ്ങലും കൊടുക്കലും മാത്രമല്ല. നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് പണയം വെക്കുമ്പോൾ അല്ലെങ്കിൽ പണയം എടുക്കുമ്പോൾ ഒരാൾക്ക് ഒപ്പിടാൻ വേണ്ടി പോകണം. ഞാൻ മേടിച്ചില്ല ഉസ്താദെ, നമുക്ക് ഒപ്പിട്ട് കൊടുത്തല്ലേ ഉള്ളൂ. അതും പലിശ വാങ്ങിയതിന്റെ കൂട്ടത്തിലാണ്. ജാമ്യം നിൽക്കുക പലിശ കൂട്ടത്തിലാണ്. എഴുതുക, ഒരാൾക്ക് സ്ലിപ്പ് എഴുതി കൊടുത്തു, ഒരാൾക്ക് ബാങ്കിൽ ചെന്നപ്പോൾ പലിശ എടുക്കാനാണ് അല്ലെങ്കിൽ പലിശ ഇടാനാണ് അല്ലെങ്കിൽ പണയം വെക്കാനാണ്, സ്ലിപ്പ് എഴുതി കൊടുത്തു, അതും പലിശയാണ്. അത് വാങ്ങിയ കൂട്ടത്തിലാണ്. എഴുതുക, വാങ്ങുക, ജാമ്യം നിൽക്കുക, അതൊക്കെ ഒരൊറ്റ ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. പലിശ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അള്ളാഹിന്റെ അദാബ് നമ്മിലേക്ക് ഇറങ്ങാൻ, ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും. അതോടൊപ്പം ആറാമത് നിബിധങ്ങൾ പരിചയപ്പെടുത്തി കിബിർ, അഹങ്കാരം നമുക്കുണ്ടാവുക. ഞാനാണ് വലുതെന്ന ചിന്ത. നിബിധങ്ങൾ പറഞ്ഞില്ലേ, മൻകാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബിർ, അഹങ്കാരത്തിന്റെ കടുകുമണി തൂക്കം ആരുടെ കൽബിലുണ്ടോ ലാ യദ്ഖുൽ ജന്ന, അവന് സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അടിച്ചു വീശൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞത് അഹങ്കാരം നമുക്ക് പാടില്ല. ഞാനാണ് വലുത്, എന്നെ തോപ്പിക്കും, ഞാനിവിടെ വലിയ ആളാണ്, എന്നെ തോപ്പിക്കാൻ ഇവിടെ ആരുമില്ല, ഞാൻ 2 നില വീട് വെച്ചു, എൻ്റെ മക്കൾക്ക് സർക്കാർ ഉദ്യോഗം, അങ്ങനെ തുടങ്ങി ഞാനാണ് വലുന്ന ചിന്തയില്ല. ഞാനെന്ന ഭാവം അത് വലിയ അഹങ്കാരമാണ്. ഇബ്ലീസിന് സംഭവിച്ചതല്ലേ, മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചതായ എന്നെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദം നബി സുജൂദ് ചെയ്യാനോ, ഞാനല്ലേ വലുത് എന്ന ചിന്തയാണ് ഇബ്ലീസിനെ പുറത്താക്കിയത്. അള്ളാഹ് കാക്കട്ടെ. അഹങ്കരിക്കല്ലേ ഉമ്മ, അഹങ്കരിക്കല്ലേ വാപ്പ. സഹോദര, നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹ് തന്ന അനുഗ്രഹം, അമ്മാബിൻ നിഅമതിക റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹ് തന്ന അനുഗ്രഹം എടുത്തു പറയണം. പക്ഷെ അതിന്റെ പേരിൽ അഹങ്കാരമാകരുത്. ഞാനാണ് വലുത്, എനിക്കാണില്ല, കുടുംബത്തിൽ ഞാനേ രക്ഷപ്പെട്ടോളൂ എന്ന ചിന്തയൊന്നും വേണ്ട. അള്ളാഹ് കാക്കട്ടെ. ഏഴാമത്തത് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കള്ളം പറയുക, വഞ്ചന കാണിക്കുക, വിശ്വാസ വഞ്ചന കാണിക്കുക, ഇത് പാടില്ല. കള്ളം പറയുക, നിബിധങ്ങൾ അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ, കൂനൂ മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം നിങ്ങളാവണം. കളവ് പറയാൻ പാടില്ല. കളവ് പറഞ്ഞ നാവിൽ കലിമ പറയാൻ പറ്റില്ലെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരെയും വഞ്ചിക്കാൻ പാടില്ല. ഒരാളെ നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടി വസ്തു ഏൽപ്പിച്ചു, അത് ആ സമയം എത്തുമ്പോൾ തിരികെ കൊടുക്കണം. അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് അതിന് നമ്മൾ സ്വന്തമാക്കി എടുക്കരുത്. അന്യായമായ ഒരു മുതൽ നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ വഞ്ചന കാണിക്കരുത്, ആരെയും വഞ്ചിക്കരുത്. വിശ്വാസ വഞ്ചന കാണിക്കുന്നു ലൈസൽ മുഅ്മിൻ, അവൻ വിശ്വാസിയല്ലെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. പിന്നെന്താ, താടി വെച്ചിട്ട് തൊപ്പി വെച്ചിട്ട് പർദ്ദയിട്ടിട്ട് നിസ്കാരത്തരം വിട്ട് എന്താ കാര്യം? മുസ്ലിം അല്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗങ്ങളെ തിരഞ്ഞെടുക്കുകയും പാപങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തി റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് മറന്നു പോകല്ലേ. സഫറിന്റെ അവസാന മുതൽ വലിയ അദാബുകൾ ഇറങ്ങുമ്പോൾ ഈ 7 തെറ്റുകളുള്ളവരിലേക്ക് അള്ളാന്റെ അദാബ് കടന്നു വരുമെന്നാണ്. അള്ളാഹ് കാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിലേതെങ്കിലൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ, നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ ഔസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.